ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാമത്തെ ടെസ്റ്റ് ആവേശകരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ സെക്കൻഡ് ഇന്നിംഗ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ടീം ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഇന്നലെ ആദ്യ ഇന്നിംഗ്സിൽ 150 റൺസ് എടുത്ത് ഓൾ ഔട്ടായി. പിന്നീട് ഓസ്ട്രേലിയ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ഓസ്ട്രേലിയൻ ടീമിനെ ഇന്ത്യ വരിഞ്ഞു മുറുക്കി. ബുംറയ്ക്കും സിറാജിനും 4 വിക്കറ്റ് ഉണ്ട്. ഓസ്ട്രേലിയ ഇന്ന് 337 റൺസ് എടുത്ത് ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. അവരെ ചെറിയ സ്കോറിൽ ഒതുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ത്യക്ക് അതിന് സാധിച്ചില്ല. ഓസ്ട്രേലിയ ബാറ്റിംഗിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇത്രയും അധികം റൺസ് എടുത്തതുകൊണ്ട് ഇന്ത്യക്ക് ഇപ്പോൾ പണിയായിരിക്കുകയാണ്. കാരണം ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഇനി ലീഡ് നേടണമെങ്കിൽ നല്ല റൺസ് സ്കോർ ചെയ്യണം. ഇന്ത്യ ഇപ്പോൾ സെക്കൻഡ് ഇന്നിംഗ്സ് ആരംഭിച്ചു. ജയ്സ്വാളും രാഹുലുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഇന്ത്യക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രാഹുൽ 7 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. പിന്നീട് വന്നത് ശുഭ്മാൻ ഗില്ലായിരുന്നു. ഗില്ലും ജയ്സ്വാളും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. ജയ്സ്വാൾ ഇപ്പോൾ 24 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. അതേസമയം ഗില്ലിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 28 റൺസ് എടുത്ത് ഗില്ലും ഔട്ടായി. പിന്നീട് എല്ലാവരുടെയും പ്രതീക്ഷ കോഹ്ലിയിലായിരുന്നു. പക്ഷേ കോഹ്ലി വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 11 റൺസ് മാത്രമാണ് കോഹ്ലി ഇന്നെടുത്തത്. പിന്നീട് ഋഷഭ് പന്ത് കളത്തിലെത്തി. ഇപ്പോൾ അവസാനം ഋഷഭ് പന്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പന്തിന് കൂട്ടായിട്ട് രോഹിത് ശർമ്മയും ക്രീസിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയുടെ വിക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഈ ടെസ്റ്റിൽ പണി കിട്ടും. കാരണം ഓസ്ട്രേലിയ സെക്കൻഡ് ഇന്നിംഗ്സിൽ ഈസി ആയിട്ട് കളി ജയിക്കും. ഇന്ത്യ ഇപ്പോൾ 57 റൺസിന് ട്രയൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് ഇനി 200 റൺസ് എടുത്താലേ 150 റൺസിന്റെ ലീഡെങ്കിലും ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിലും ഓസ്ട്രേലിയ കളി ജയിക്കും. 99% ഈ ടെസ്റ്റ് ഓസ്ട്രേലിയ ജയിക്കുമെന്നത് ഉറപ്പാണ്. ഇന്ത്യക്ക് ഇങ്ങനെ പണി കിട്ടുമെന്ന് ആരും കരുതിയില്ല. ആദ്യ ഇന്നിംഗ്സിൽ 150 റൺസിന് ഓൾ ഔട്ട് ആയതാണ് പണിയായിരിക്കുന്നത്. ഓസ്ട്രേലിയ ആണെങ്കിൽ സെക്കൻഡ് ഇന്നിംഗ്സിൽ അടിച്ചു കളിക്കുകയും ചെയ്തു. എന്തായാലും ഈ ടെസ്റ്റ് ഇന്ത്യ കൈവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.